സിറോ മലബാർ സഭയിലെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ഇന്ന് ആരംഭിക്കും. 6 റൗണ്ടാണ് വോട്ടെടുപ്പ് നടക്കുക. ഏത് തരത്തിലാണ് വോട്ടെടുപ്പ് നടത്തുക, ഈ വോട്ടെടുപ്പിന്റെ ക്രമീകരണങ്ങൾ, ഒപ്പം വോട്ടെടുപ്പിന് ശേഷം പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ, എന്നിവയെല്ലാം വിശദമായും സമഗ്രമായി തന്നെ അറിയേണ്ടതുണ്ട്. കെ എം ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. എന്തൊക്കെയാണ് സിറോ മലബാർ സഭയുടെ സിനഡിൽ സംഭവിക്കുന്നത്? മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് നടപടികൾ ഏത് രീതിയിലാണ്? അതിൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? വോട്ടെടുപ്പ് 6 റൗണ്ടുകളായാണ് നടക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഏത് രീതിയിലാണ് ആ വോട്ടെടുപ്പിൻ്റെ ക്രമീകരണങ്ങൾ? കാരണം അതിൻ്റെ ഒരു സഭയിൽ നടക്കുന്ന ഒരു വോട്ടെടുപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാകും. അത് പിന്നെ മറ്റൊരു കാര്യം, പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്തിയാൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ ഒരു കർദിനാളിനെ കണ്ടെത്താൻ, മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് സഭ കടക്കുന്നത്. മാത്രമല്ല, നിരവധി രൂപതകൾക്കിടയിൽ വരുന്ന നിരവധി പ്രശ്നങ്ങൾ, ഏകീകൃത കുർബാന അടക്കമുള്ള നിരവധി വിഷയങ്ങൾ സിറോ മലബാർ സഭയുടെ മുകളിൽ തലവേദനയായി നിൽക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്ന മേജർ ആർച്ച് ബിഷപ്പിന് ഫേസ് ചെയ്യേണ്ടി വരിക? വിനിഷ, എല്ലാ വർഷവും സിനഡ് സമ്മേളനം ചേരാറുണ്ട്. ഇത്തവണത്തെ സിനഡിന് പ്രാധാന്യമേറെയാണ്. അത് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത് തന്നെയാണ്. പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ, അതായത് സിറോ മലബാർ സഭയുടെ പുതിയ തലവനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സിനഡ് സമ്മേളനത്തിലാണ് തുടക്കമായിരിക്കുന്നത്. ഇന്നലെയാണ് ഈ സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിൽ ഈ സിനഡ് സമ്മേളനം ആരംഭിച്ചത്. പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിനുള്ളത്, ഇതിൽ പ്രത്യേകം സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായി 2-3 പേർ നിൽക്കുന്നു. അവരുടെ പേര് വെച്ച ഒരു ബാലറ്റ് പേപ്പർ, അതിൽ വോട്ട് ചെയ്യുക, ആ രീതിയല്ല ഈ തെരഞ്ഞെടുപ്പിന് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രത്യേകമായി സ്ഥാനാർത്ഥികളില്ല. ഇതിൽ 53 മെത്രാന്മാർക്കാണ് ഈ സിനഡിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശമുള്ളത്. ഈ 53 മെത്രാന്മാർ അവരവർ നിർദ്ദേശിക്കുന്ന ആൾ ആരാണോ അവരുടെ പേര് അവർ തന്നെ രഹസ്യ ബാലറ്റിൽ എഴുതി വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇതിൻ്റെ വോട്ടെടുപ്പ് നടക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ, അങ്ങനെ ഈ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ 2/3 ഭൂരിപക്ഷം ആർക്കാണോ ലഭിക്കുന്നത് അവർ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി വരിക എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യ റൗണ്ടിൽ ഇത്തരത്തിൽ 2 ഭൂരിപക്ഷം ആർക്കും ലഭിച്ചില്ല എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കും. ആ 2ാം റൗണ്ടിൽ നടന്നില്ലെങ്കിൽ 3ാം റൗണ്ടിലേക്ക്, അതും ആയില്ലെങ്കിൽ 4ാം റൗണ്ട്, അങ്ങനെ 6 റൗണ്ട് വരെ വോട്ടെടുപ്പ് നടക്കും എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് രീതി. 6ാം തവണ നടന്ന 6ാം റൗണ്ടിലും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2/3 ഭൂരിപക്ഷം ആർക്കും ലഭിച്ചില്ല എങ്കിൽ കേവല ഭൂരിപക്ഷം ആർക്കാണോ ലഭിക്കുന്നത് ആ ആൾ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ രീതി. എന്നാൽ അന്തിമ പ്രഖ്യാപനം ഈ സിനഡിന് നടത്താൻ കഴിയില്ല. മാർപ്പാപ്പയാണ് അതിൻ്റെ അതോറിറ്റി. അത് നമുക്കറിയാം. ഇത്തരത്തിൽ ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും ആരെയാണോ തിരഞ്ഞെടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വത്തിക്കാനെ അറിയിക്കും. തുടർന്ന് വത്തിക്കാനിലും ഈ സിറോ മലബാർ ആസ്ഥാനത്തും ഒരേ സമയമായിരിക്കും പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുക. അതാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഈ വോട്ടെടുപ്പ് നടപടികൾക്ക് തുടക്കമാകും എന്ന് പറയാം. ഒരു പക്ഷേ വോട്ട് നടപടികൾ ഇന്നുകൊണ്ട് പൂർത്തിയാവുകയും ചെയ്യും. പക്ഷേ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ് എന്നുള്ള പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അത് ഉചിതമായൊരു സമയത്ത് വത്തിക്കാനിലും സെൻറ്റ് തോമസ് മൗണ്ടിലും ഒരേ സമയം പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുക. ഒരു പക്ഷേ ഇന്ന് തന്നെ വോട്ടെടുപ്പ് നടപടികൾ പൂർത്തിയാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്താൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് മുന്നിൽ വെല്ലുവിളികളേറെയാണ്. അത് നമുക്കറിയാവുന്നതാണ്. സഭ ഏറെക്കാലമായി നേരിട്ട് വരുന്ന പ്രതിസന്ധികൾ ഏറെയുണ്ട്. പ്രത്യേകിച്ച് സഭയ്ക്കകത്ത് നടന്ന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എറണാകുളം അങ്കമാലി അതിരൂപത കുർബാനയുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിച്ചിരിക്കുന്ന അഭിപ്രായ വ്യത്യാസം, സിനഡ് തീരുമാനിച്ച കുർബാന അംഗീകരിക്കാതെ ജനാഭിമുഖ കുർബാന തന്നെ നടത്തണം എന്ന അവരുടെ നിലപാട്, ഇത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ള വിഷയം. ഇതിനു മുൻപുണ്ടായിരുന്ന കർദിനാൾ ഡോക്ടർ ജോർജ് ആലഞ്ചേരിയാണ്. അദ്ദേഹം ഒരു തരം കുറ്റബോധത്തോടെയാണ് അദ്ദേഹം വിടവാങ്ങൽ കത്ത്
ഒക്കെ നൽകിയപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് ദൗത്യം പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടായെന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം 12 വർഷക്കാലം ഈ പദവിയിൽ ഇരുന്നതാണ്. ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതിലുള്ള കൃതജ്ഞതയൊക്കെ ഇന്നലെ സിനഡ് സമ്മേളനം അദ്ദേഹത്തിന് ആ തരത്തിലുള്ള കൃതജ്ഞതയൊക്കെ സിനഡ് സമ്മേളനം പ്രഖ്യാപിക്കുകയുണ്ടായി. അത്തരത്തിൽ 12 വർഷത്തെ സേവനത്തിന് ശേഷം കർദിനാൾ ആലഞ്ചേരി വിരമിച്ച ആ ഒഴിവിലേക്കാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നത്. പുതിയ കാലഘട്ടത്തിന് യോജിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാൻ കഴിയുമെന്ന പ്രത്യാശ ഇന്നലെ ഈ സിനഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഭാ അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കൽ അത്തരത്തിൽ പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏതായാലും സീറോ മലബാർ സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. ഇന്ന് വോട്ടെടുപ്പ് നടപടികൾക്ക് തുടക്കമാകും. ഒരുപക്ഷെ ഇന്ന് തന്നെ വോട്ടെടുപ്പ് നടപടികൾ പൂർത്തിയാകുകയും ചെയ്യും. നാളെയോ മറ്റന്നാളോ ആയി പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ് എന്ന കാര്യം പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയും സിനഡിനുണ്ട്. ഈ മാസം 13 വരെയാണ് ഈ സിനഡ് നടക്കുന്നത്. വിനിഷ. ശരി, ഉമേഷ് വ്യക്തമാണ്. ഉമേഷാണ് സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിശദാംശങ്ങൾ തന്നെ പങ്കുവച്ചത്. ഉമേഷ് സൂചിപ്പിച്ചു വെച്ചതുപോലെ തന്നെ വലിയൊരു തലവേദന തന്നെയാണ് ഇനി തിരഞ്ഞെടുക്കാനിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന് മുന്നിലുള്ളത്. സഭാ തർക്കങ്ങളുണ്ട്, സഭയ്ക്ക് ഉള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഏകീകൃത കുർബാന, ജനാഭിമുഖ കുർബാന അടക്കമുള്ള വിഷയങ്ങളിൽ സഭ 2 തട്ടിലായി നിൽക്കുന്ന സഭാംഗങ്ങൾ പരസ്പരം പോരടിക്കുന്ന ഒരു അവസ്ഥ. നേരത്തെ മാർ ജോർജ് കർദിനാൾ ആലഞ്ചേരിക്ക് ഉൾപ്പെടെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഇടപെടേണ്ടി വന്ന ഒരു അവസ്ഥ. ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ കൂടെ തന്നെയാണ് സീറോ മലബാർ സഭ കടന്നു പോകുന്നതും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് ആരംഭം കുറിക്കുന്നതും. കെ ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ച് വന്നത്.